ഹലോ. ബൈപ്പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ എൻ്റെ അമ്മേനെ എങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം എങ്ങനെ നോക്കിയെന്നുള്ള തട്ടിപ്പ് ഈ വീഡിയോയിൽ പറയാൻ പോണം. ആദ്യമേ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും വലിയ ശത്രു എന്താണെന്നറിയോ? രോഗികളെ കാണാൻ വരുന്ന വിരുന്നുകാരാ, അല്ലെങ്കിൽ കാണാൻ വരുന്നവരാ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ശത്രുക്കളാണെന്നല്ല കേട്ടോ, പക്ഷെ ആ രോഗിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പുറത്തുനിന്നുള്ള ആളുകളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലങ്സും ഹാർട്ടും ഇതെല്ലാം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പോലത്തെ രീതിയാണ്. അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ കയറും. അപ്പോൾ ഇൻഫെക്ഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇൻഫെക്ഷനാണ് ഈ ഡോക്ടർമാരൊക്കെ പറയുക എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ വരാണ്ട് നോക്കുക എന്നുള്ളതാണ്. സോ ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആരെയും വീടിൻ്റെ അകത്തോട്ട് പോലും കയറ്റരുത്. എന്താ പറയുക, ബൈപ്പാസിന് പോണേക്ക് പിന്നെ പറ്റുകയെന്ന് വെച്ചാൽ ആൾക്കാരോടൊക്കെ പറയാം ദയവ് ചെയ്ത് വരില്ല എന്നുള്ളത്. അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് പോലും കയറ്റരുത്. അവർക്ക് ചിലപ്പോൾ വിഷമം തോന്നാൻ, ദേഷ്യം തോന്നാൻ, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കടെ വിഷമം അതൊക്കെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ അവർ നമ്മുടെ ഈ രോഗീനെ കാണാണ്ടിരുന്നുകൊണ്ടൊന്നും അവർക്കൊന്നും പറ്റാൻ പോകണമൊന്നുമില്ല. നമ്മളാണ് നമുക്കടെ ആൾക്കാർ, അതായത് ഈ രോഗിക്ക് ഇൻഫെക്ഷൻ വന്നാലും എന്ത് വന്നാലും നമ്മളാവും ഇതിൻ്റെ പിന്നാലൊക്കെ നടക്കുക. ഈ കാണാൻ വന്നവരാരും വരില്ല. അതടുത്ത ഒരു കാര്യം, ഫസ്റ്റ് മെയിൻ കാര്യം. പിന്നെ വൃത്തി, അതായത് രാവിലെയും വൈകിട്ടും നല്ല പോലെ ഇളം ചൂടുവെള്ളത്തിൽ സോപ്പ്, ഷവർ ജെൽ എന്തെങ്കിലും പതപ്പിച്ചിട്ട് ആ പത വെച്ച് നല്ലപോലെ ഈ മുറിവുകൾ വൃത്തിയാക്കി ഉണങ്ങിയ തുണി കൊണ്ട് ഒപ്പിത്തുടയ്ക്കുക. അതായത് രാവിലെയും വൈകിട്ടും കുളിച്ച് മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഭക്ഷണം കഴിക്കാൻ നോക്കുക. പച്ചക്കറികൾ. കാരണം എന്താണെന്ന് വെച്ചാൽ വയറ്റിൽ നിന്ന് നല്ലോണം പോകണം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഭയങ്കര ഒന്നാമത് കീറി മുറിഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ കൂടെ വയറ്റിൽ നിന്ന് കൂടെ പോകണ്ടിരുന്നുള്ള അവസ്ഥ. അതുകൊണ്ട് നല്ലപോലെ പച്ചക്കറി വേവിച്ച് കഴിക്കുക. മീനൊക്കെ പുഴുങ്ങി കഴിക്കുക. മീനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മീനൊക്കെ പുഴുങ്ങി കഴിക്കാം. നല്ലപോലെ വെള്ളം കുടിക്കാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ കൈ ഊന്നി ഒന്നും ചെയ്യരുത് ഈ പേഷ്യൻ്റ്. ഇപ്പം എവിടെയെങ്കിലും ഇപ്പോൾ ഒരു നടയൊക്കെ സ്റ്റെപ്പൊക്കെ കയറുന്ന വെച്ചാൽ ഈ മുട്ടുകൈ ഉണ്ടല്ലോ, അത് മറ്റേ കൂടെ നിൽക്കുന്ന ആൾ ഊന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആയം കിട്ടും. ഒരു കാരണവശാലും കൈയുടെ ഷോൾഡറോ അവിടെ ഒന്നും ഇതാക്കരുത്. തന്നെ എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോയാൽ പോലും ഫ്ലഷ് ചെയ്യില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനാണ് ഫ്ലഷ് ചെയ്യുക. എണീക്കുന്ന സമയത്ത് ഞാൻ അമ്മേനെ ഒരായത്തിൽ പിടിച്ച് എണീപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക. എപ്പോഴും നടക്കുക, പറ്റാവുന്നിടത്തോളം നടക്കുക, പറ്റാവുന്നിടത്തോളം സ്പൈറോബോൾ ഊതുക. ഇതൊക്കെ ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് പുട്ടുപോലെ ആൾ സൂപ്പറാവും കേട്ടോ.